ഒരിക്കൽ അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു, ഒരു വാചകം ചുമരിൽ എഴുതണം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. സന്തോഷമുള്ളപ്പോൾ നോക്കിയാൽ ദുഃഖവും, ദുഃഖമുള്ളപ്പോൾ നോക്കിയാൽ സന്തോഷം നൽകുന്നതുമാവണം ആ വാചകം. അങ്ങനെ ബീർബൽ എഴുതി, ഈ സമയവും കടന്നു പോകും. ഏഷ്യ കപ്പ് അവസാനിച്ചപ്പോൾ ഈ വാക്കുകളാണ് മനസ്സിൽ വന്നത്. 3 ആഴ്ചക്കിടെ 3 ഇന്ത്യ പാക് മത്സരങ്ങളാണ് നടന്നത്. പക്ഷേ എല്ലാ മത്സരത്തിലും സ്പോർട്സ്മാൻ സ്പിരിറ്റിനേക്കാളേറെ വിവാദങ്ങളായിരുന്നു നിറഞ്ഞത്. കാർഗിലിനും മുംബൈ ഭീകരാക്രമണത്തിനും ശേഷം ഉലച്ചിലുണ്ടായെങ്കിലും കളത്തിലത് കാണിച്ചിരുന്നില്ല ഇന്ത്യ പാക് താരങ്ങൾ. പക്ഷേ പഹൽഗാം രാജ്യത്തിനൊരിക്കലും മറക്കാനാവാത്തതാണ്. അത് കളത്തിലും കണ്ടു. അതോടെ സൗഹൃദങ്ങളും നിലച്ചു. അപ്പോഴും കണ്ണിലുടക്കിയ കുറച്ച് നിമിഷങ്ങളുണ്ട്. ഇന്ത്യ പാക് ക്രിക്കറ്റിലെ കുറച്ച് സൗഹൃദ നിമിഷങ്ങൾ. 2007 നവംബർ 15 ഇന്ത്യ പാക് പരമ്പരയിലെ 4ാം മത്സരമാണ്. സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ ഒരു സ്ട്രൈറ്റ് ഡ്രൈവ് തടയുന്നതിനിടെ ഷോയിബ് അക്തർക്ക് പരിക്കേൽക്കുന്നു. ഗ്രൗണ്ടിൽ അല്പസമയം ഇരുന്ന അക്തറിനെ കൈ നൽകി എണീപ്പിക്കുന്നത് നോൺ സ്ട്രൈക്ക് എൻഡിലുണ്ടായിരുന്ന വീരേന്ദർ സെവാഗാണ്. പാക് താരങ്ങളായ ഷോയിബ് മാലിക്കും സൽമാൻ ഭട്ടും അടുത്തുണ്ടായിരുന്നെങ്കിലും അക്തർ സെവാഗിൻ്റെ കൈ പിടിച്ചെണീറ്റു. അതിനും 10 വർഷം മുന്നേ, കൃത്യമായി പറഞ്ഞാൽ 1997 ഡിസംബർ 14, ചാമ്പ്യൻസ് ട്രോഫി. റണ്ണിനായി ഓടിയെത്തിയ നവ്ജോത് സിംഗ് സിദ്ധു അമ്പയർ സ്റ്റീവ് വഗ്നറുമായി കൂട്ടിയിടിച്ചു. പിന്നീട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാനും ഹെൽമെറ്റ് ഊരാനുമെല്ലാം സഹായിച്ചത് ചുറ്റും കൂടിയ പാക് താരങ്ങളായിരുന്നു. 1997 തന്നെ ചെന്നൈയിൽ നടന്ന ഏകദിന മത്സരത്തിനിടെ കവറിലേക്ക് പായിച്ച ഷോട്ടിൽ രാഹുൽ ദ്രാവിഡ് ഡബിൾ എടുക്കാൻ ശ്രമിച്ചു. ഓട്ടം പൂർത്തിയാക്കിയ ശേഷം ദ്രാവിഡിന് പേശിവലിവ് അനുഭവപ്പെട്ടു. പാക് വിക്കറ്റ് കീപ്പറായ മൊയിൻ ഖാൻ ഉടനെ ദ്രാവിഡിനടുത്തെത്തി അദ്ദേഹത്തെ സഹായിച്ചു. 1989 ലാഹോറിൽ നടന്ന ഇന്ത്യ പാക് മത്സരം. വഖാർ യൂനിസിൻ്റെ പന്തിൽ കെ ശ്രീകാന്ത് പുറത്താകുന്നു. അമ്പയറുടെ തെറ്റായ തീരുമാനത്തിലാണ് ശ്രീകാന്ത് LBWവിൽ കുരുങ്ങിയത്. നിരാശ പ്രകടിപ്പിച്ച് മൈതാനം വിടാനൊരുങ്ങിയ ശ്രീകാന്തിനെ പാക് ക്യാപ്റ്റൻ ഇമ്രാൻഖാൻ തിരിച്ചു വിളിച്ചു. ശ്രീകാന്ത് തിരിച്ചെത്തി കളി തുടർന്നു. അതേ പരമ്പരയിൽ തന്നെ ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ 100ാം ടെസ്റ്റ് കളിക്കാനിറങ്ങിയ പാക് ഇതിഹാസ താരം ജാവേദ് മിയാൻദാദിന് ആശംസകളുമായി ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങളെത്തി. കപിൽ ദേവും അസറുദ്ദീനും കിരൺ മോറയും. 3 വർഷത്തിനു ശേഷം കിരൺ മോറയ്ക്ക് മുന്നിൽ ഇതേ മിയാൻദാദിൻ്റെ തവളച്ചാട്ടവും പ്രശസ്തമാണ്. 2016 T20 ലോകകപ്പിലെ ഇന്ത്യ പാക് പോരാട്ടത്തിന് തൊട്ടു മുൻപായിരുന്നു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നെറ്റ്സിൽ ബാറ്റിംഗ് പരിശീലനത്തിലായിരുന്നു വിരാട് കോഹ്ലി. ഇന്ത്യയുടെ സൂപ്പർ താരത്തിനടുത്തേക്ക് പാക് പേസർ മുഹമ്മദ് ആമിർ ഓടിയെത്തി. കോഹ്ലി തൻ്റെ ബാറ്റ് ആമിറിന് നൽകി. ഏറെ സന്തോഷത്തോടെ ആ ബാറ്റുമായി ആമിർ മടങ്ങി. 7 വർഷമേ ആയിട്ടുള്ളൂ. 2018 സ്വിറ്റ്സർലൻഡിലെ സെൻറ്റ് മോറിറ്റ്സ് ഐസ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിനെത്തിയതായിരുന്നു ഷാഹിദ് അഫ്രീദി. ആരാധകർക്കൊപ്പം ഫോട്ടോ എടുക്കുന്നതിനിടെ ഒരു ഇന്ത്യൻ ആരാധികയും ഉണ്ടായിരുന്നു. പാക് താരത്തിനൊപ്പം ഫോട്ടോ എടുക്കാൻ നിന്ന ആരാധിക കയ്യിലുണ്ടായിരുന്ന ഇന്ത്യയുടെ ദേശീയ പതാക പതുക്കെ മാറ്റാൻ തുടങ്ങി. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഷാഹിദ് അഫ്രീദി ദേശീയ പതാക നേരെ പിടിച്ചുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. 2019 ലോകകപ്പിന് മുന്നോടിയായി നടന്ന വാർത്താ സമ്മേളനത്തിൽ പാക് പേസർ വഹാബ് റിയാസ് പറഞ്ഞു, കോഹ്ലിയെ ക്രീസിൽ നിർത്തില്ലെന്ന്. ഇതിനേക്കാൾ വലിയ വാശി ഏറ്റെടുത്ത് അതിൽ വിജയിച്ചതാണ് കോഹ്ലി. മത്സരം തുടങ്ങി. മത്സരത്തിനിടെ ബോളറിന് ശേഷം റിയാസ് ഒന്ന് കാലുടക്കി വീണു. ഓടിത്തുടങ്ങിയിരുന്ന കോഹ്ലി റണ്ണൌട്ടാകുമോ എന്ന ആശങ്കയൊന്നുമില്ലാതെ റിയാസിനടുത്തേക്ക് ഓടിച്ചെന്നു. ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഓക്കെ ആണെന്ന് പറഞ്ഞ് റിയാസ് ചിരിച്ചപ്പോൾ കോഹ്ലിയും ചിരിച്ചു. വീണ്ടും മത്സരത്തിൻ്റെ ചൂടിലേക്ക് താരങ്ങൾ തിരിഞ്ഞു. 2021 T20 ലോകകപ്പിലെ പോരാട്ടത്തിന് ശേഷം ഇന്ത്യയുടെ മെൻറ്ററായിരുന്ന MS ധോണിയെ കാത്ത് പാക് ക്യാപ്റ്റൻ ബാബർ അസമും മാലിക്കും ഇമാദ് വസീമും ഒക്കെ നിന്നു. പാക് താരങ്ങളുമായി ഇന്ത്യയുടെ ഇതിഹാസ ക്യാപ്റ്റൻ ധോണി സംസാരിക്കുകയാണ്. കമൻട്രി ബോക്സിൽ നിന്ന് ഹർഷ ബോഗ്ലെ പറഞ്ഞു, ധോണിയുടെ തലച്ചോറൂറ്റാനുള്ള ശ്രമമാണ് പാക് താരങ്ങൾ നടത്തുന്നത്. ധോണിയുമൊത്തുള്ള സംഭാഷണം യുവതാരങ്ങൾക്ക് പുതിയ അറിവാകും. ഇന്ത്യയെ 10 വിക്കറ്റിന് തോൽപ്പിച്ച ശേഷമായിരുന്നു ഈ വിധം ടിപ്സ് നേടാൻ പാക് താരങ്ങൾ എത്തിയതെന്നും ഓർക്കണം. സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് എന്ന തലക്കെട്ടോടെ ICC ആ ചിത്രം പങ്കുവച്ചു. പാകിസ്ഥാനിൽ ഏറ്റവും അധികം ആരാധകരുള്ള താരമാണ് വിരാട് കോഹ്ലി. ടീം ജയിക്കാനായി സ്ലഡ്ജിംഗ് ഉൾപ്പെടെ സകല ആയുധവും എടുത്ത് പോരാടുന്ന കിങ് കോഹ്ലി. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലായിരുന്നു ഓട്ടത്തിനിടെ പാക് താരം നസീം ഷായുടെ ഷൂലേസ് അഴിഞ്ഞു. കോഹ്ലി വന്ന് ഷായുടെ ഷൂലേസ് കെട്ടിക്കൊടുത്തു. ഷാ കോഹ്ലിയുടെ പുറത്തു തട്ടി നന്ദി പറഞ്ഞു. 2023 ഏഷ്യ കപ്പിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ ഷൂലേസ് അഴിഞ്ഞു.
ലേസ് കെട്ടാൻ പാടഴിക്കാനൊരുങ്ങിയ പാണ്ഡ്യയെ സഹായിക്കാൻ ഷതാബ് ഖാൻ ഓടിയെത്തി. ഹാർദിക്കും ഇഷാൻ കിഷനും ചേർന്ന് പാക് ബോളർമാരെ എടുത്തിട്ട് അലക്കുമ്പോഴായിരുന്നു ഷതാബ് എത്തി പാണ്ഡ്യയെ സഹായിച്ചത്. ചരിത്രത്തിലില്ലാത്ത വിധം ഫോം ഔട്ടായി ഏറെ വിഷമഘട്ടത്തിൽ നിന്ന വിരാട് കോഹ്ലിക്ക് ബാബർ അസം അയച്ച സന്ദേശം ഇപ്രകാരമായിരുന്നു: ഈ സമയവും കടന്നുപോകും. കോഹ്ലി തിരിച്ചു വന്നു. പിന്നെയും റെക്കോർഡുകൾ പിറന്നു. മുഹൂർത്തങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ പാകിസ്ഥാന്റെ പ്രകോപനം ഇനിയൊരിക്കലും സാധ്യമാകാത്ത വിധത്തിൽ ആ സൗഹൃദങ്ങൾക്ക് ഉലച്ചിൽ സംഭവിച്ചു. പഴയ ഓർമ്മകൾ നോക്കി നെടുവീർപ്പിട്ട് ആശ്വസിക്കാനേ ക്രിക്കറ്റ് ആരാധകർക്ക് ഇനി കഴിയൂ.